ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻകാരുടെ മറ്റൊരു ദയനീയാവസ്ഥയാണ്. പെൻഷൻ തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് സർക്കാർ വ്യക്തമാക്കിയിരുന്നത് അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ആ സമയത്താണ് പെൻഷൻ തടഞ്ഞു വെച്ചത്. അവർക്ക് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം മറ്റുള്ള ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയതിനു ശേഷം അവരുടെ പെൻഷൻ പുനഃസ്ഥാപിക്കുകയും അവരുടെ കുടിശ്ശിക നൽകുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ കുടിശ്ശിക ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് വീഡിയോയുടെ കമന്റുകളിൽ നിന്ന് മനസ്സിലാകും. ചില ആളുകൾക്ക് 6000 രൂപ, 6000-ലധികം രൂപ വരെ ലഭിക്കാനുണ്ട്. ആ കുടിശ്ശിക എന്ന് നൽകുമെന്നുള്ളത് ഇതുവരെ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ 100 രൂപ വർദ്ധിപ്പിച്ച് വാങ്ങുന്ന ആളുകൾക്ക് 100 രൂപ വർദ്ധിപ്പിക്കുകയും ബാക്കിയുള്ള 2 ലക്ഷത്തോളം ആളുകളുടെ പെൻഷൻ തടഞ്ഞു വെക്കുകയും ഇനി തടഞ്ഞു വെച്ചത് പിന്നീടും പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ തന്നെ അവർക്കുള്ള കുടിശ്ശിക നൽകാതെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും വാസ്തവമാണ്. കുടിശ്ശിക എന്ന് ലഭിക്കുമെന്നുള്ള ആശങ്കയാണ് ഈ പാവപ്പെട്ട ജനങ്ങൾക്കുള്ളത്. ഇപ്പൊ നമുക്ക് അറിയാം, ഈ പെൻഷന്റെ അനർഹത കണക്കാക്കുന്നത് ഒരു വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തിന്റെ പെൻഷൻ വേറെ ആരെങ്കിലും കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് അനർഹമായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടിട്ട് പിന്നെ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അത് വളരെ സങ്കടം തോന്നുന്ന ഒരവസ്ഥ തന്നെയാണ്. പക്ഷേ ഒരു ഗതിയും ഇല്ലാത്ത പാവപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധരുടെ അവസ്ഥയാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ പെൻഷൻ കേവലം മക്കൾക്ക്, അതായത് അവർ ഉൾപ്പെടുന്ന റേഷൻ കാർഡിലുള്ള ഏതെങ്കിലും ഒരു മകന് ഒരു 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടോ മാർബിളോ ഗ്രാനൈറ്റോ ഇട്ട വീടോ അതുമല്ലെങ്കിൽ 4 ചക്ര വാഹനമോ മറ്റേതെങ്കിലും ഒരവസ്ഥയിൽ നല്ല നിലക്ക് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മകൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പെൻഷൻ നഷ്ടപ്പെടുത്തുന്നത്, പെൻഷൻ തട്ടിക്കളയുന്നത് വളരെയധികം സങ്കടം തോന്നുന്ന ഒരു വിഷയമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യം. ആ ഒരു സമയത്ത് തന്നെയാണ് ആ ഒരു വീഡിയോയിൽ വരുന്ന കമന്റുകളാണ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത മൂലവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത മൂലവും 2 ലക്ഷത്തോളം പെൻഷനുകൾ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ തടഞ്ഞു വെച്ചിട്ട് പിന്നീട് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഹാജരാക്കിയിട്ട് അവരുടെ പെൻഷൻ പുനഃസ്ഥാപിക്കുമ്പോൾ തുടർന്ന് വരുന്ന മാസങ്ങളുടെ പെൻഷനാണ് അവർക്ക് ലഭിക്കുന്നത്. അവർക്കുള്ള കുടിശ്ശിക ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല. ആ കുടിശ്ശിക ലഭിക്കാത്തത് മൂലം അവർക്ക് വലിയ പ്രയാസം ഉണ്ട് എന്നാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ അവരുടെ കമന്റുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഒരു പാവപ്പെട്ട ആളുടെ മകൻ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഗൾഫിലേക്ക് എങ്ങനെയും വിസക്ക് 3-4 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് പോയിട്ട് അവിടെ വലിയ ജോലി ആയോ ഇല്ലയോ എന്നുള്ളതില്ല. ഈ റേഷൻ കാർഡിലുള്ള രക്ഷിതാക്കളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ആ പെൻഷൻ ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. എന്തൊരു മനുഷ്യത്വമില്ലായ്മയാണ് ഈ ഒരു പെൻഷൻ തടഞ്ഞു വെക്കുന്നതിലൂടെ നടപ്പിലാവുന്നത്. ഈ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, വൃദ്ധരായ ആളുകളുടെ കാര്യമാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത്. അവർക്ക് ആരുടെയും ആശ്രയമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെൻഷൻ തുക, തുച്ഛമായിട്ടുള്ള പെൻഷൻ തുക അവർക്ക് വലിയ സഹായകമാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത, ആരാധനാലയങ്ങളിൽ പോലും പോവാൻ കഴിയാത്ത വൃദ്ധരാണ് നമ്മളുടെ വീട്ടിലുള്ളത്. മാനസികമായിട്ട് അവരുടെ ഇടുങ്ങിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ വൃദ്ധർക്ക് നമ്മുടെ കോവിഡിന്റെ പശ്ചാത്തലത്തിലുള്ളത്. ആ ഒരു സമയത്തും ഒരു പണം നിഷേധിക്കുന്നത് വളരെ സങ്കടം തോന്നുന്ന അവസ്ഥയാണ്. 60 വയസ്സായ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. പക്ഷെ അവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെങ്കിൽ ഒന്നുകൂടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ പോയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി വരി നിൽക്കണം. അവസ്ഥയായിരുന്നു മസ്റ്ററിങ്ങിന്റെ സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ കോവിഡിനെ പേടിച്ച് ഈ പൈസ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന വൃദ്ധരുണ്ട്. പല വിധത്തിലുള്ള രോഗികൾ,
ഹൃദ്രോഗികൾ, ആസ്മ രോഗികളൊക്കെ ഉള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ തിരക്കിനിടയിൽ പോയിട്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കേണ്ട കാര്യമായിരുന്നു. വീടുകളിൽ പോയിട്ട് ഇത് ഉദ്യോഗസ്ഥർ നിറവേറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും വ്യക്തമായിട്ട് നടപ്പിലായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതിനു വേണ്ടിയിട്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ പ്രത്യേക കൗണ്ടറുകൾ തുടങ്ങി എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസമുണ്ടായിരുന്ന കാര്യം. അതിനും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലേക്ക് പോകണം എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതും ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം രോഗികൾക്ക് കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ആളുകളായിരിക്കും, പക്ഷെ ഹൃദ്രോഗം ഉള്ള ആളുകളായിരിക്കും, മറ്റുള്ള ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗമുള്ള ആളുകൾക്കായിരിക്കും. അവർക്കൊക്കെ ഈ രോഗം വന്നാൽ അവർക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. പെൻഷൻ വർദ്ധിപ്പിച്ച് സർക്കാരിന്റെ പേരെടുക്കുന്നതിന് പകരം നമ്മുടെ ജനങ്ങൾക്ക് എന്ത് ഉപകാരം കിട്ടുന്ന നടപടികൾ എന്ത് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ജനങ്ങൾ വിലയിരുത്തുക. വീഡിയോ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിമർശനങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.